ശ്രീമതി എം.ആർ. ഷീബ, ഇന്നിപ്പോൾ ജയപ്രകാശ് പറയുന്നുണ്ടായിരുന്നു സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ചതിച്ചു എന്ന് പറയുന്നില്ല, പക്ഷെ പറ്റിക്കപ്പെട്ടു എന്ന ചിന്തയുണ്ട് എന്ന്. പിന്നീട് ഇന്ന് അതിദ്രുതം സർക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുവെന്ന് കുടുംബാംഗങ്ങളായി നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. എന്താണ് തോന്നുന്നത്? സർക്കാരിൽ വിശ്വാസമുണ്ടെന്നാണോ? നിങ്ങൾ കുറച്ച് ഒന്ന് സംശയത്തിലായി എങ്കിലും ഇപ്പോൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആത്മാർത്ഥമായാണ് എന്ന് കരുതുന്നുണ്ടോ? ഇന്നലെ ഇതുപോലൊരു നിലപാട് ഹസ്ബൻഡ് എടുത്തില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇന്നും ഞാനത്തെ പോലെ തന്നെ പോകുമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് തുടർച്ചയായിട്ട് അങ്ങനെ തന്നെ പോകുമായിരുന്നായിരിക്കണം. എന്തോ ഇന്നലെ ഞങ്ങൾക്ക് അങ്ങനെ തോന്നി. അതായത് ക്ലിഫ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ഞങ്ങൾ കുടുംബത്തോടെ, അത് ഏത് രീതിയിലാണെന്നൊന്നുമില്ല, ഒരു പ്രതിഷേധം ചെയ്യണം എന്ന്. അപ്പോൾ അത് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. അതിനുശേഷമാണ് ഇതെല്ലാം ഞങ്ങൾക്ക് അറിവുണ്ടായത്. അപ്പോൾ ഇത്രയും ദിവസം എന്തായിരുന്നു നടന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇനിയുള്ള കാര്യങ്ങൾ നേരെ നല്ലതുപോലെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. CBIയുടെ അടുത്തെത്തുമ്പോൾ ഞങ്ങൾക്ക് ഒരു സ്വാഗതാർഹമായ ഒരു ശിക്ഷ അവർക്ക് കിട്ടുമെന്ന് തന്നെ ഉദ്ദേശിക്കുന്നുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. ഇത് എന്നാലും ഇതുവരെ ഞങ്ങൾക്ക് കിട്ടാത്ത കുറച്ച് ആളുകളുണ്ട്. ഒരു അക്ഷയ്, അത് ഞാൻ അന്ന് മുതലേ പറയുന്നതാണ്. ഞങ്ങളെ കബളിപ്പിച്ചവരിൽ ഒന്നാമതായി നിൽക്കുന്നതാണ് അക്ഷയ്. പിന്നെ പ്രതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. പിന്നെ ഇവിടെ വന്നിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് സമാധാനമായല്ലോ എന്ന് ചോദിച്ച പെൺകുട്ടികൾ. ഞാനിത് എടുത്തെടുത്ത് പറയുന്നതാണ്. ഇവരുടെ ഒന്നും ഒരു കാര്യവും ഞങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ CBI റിപ്പോർട്ട് വരട്ടെ. ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ, ഇതിന്റെ റിസൾട്ട് ഞങ്ങൾക്ക് സ്വീകാര്യമാണ് എങ്കിൽ ഞങ്ങൾ സന്തോഷമായിരിക്കും. ഇല്ലെങ്കിൽ ഈ പ്രതിഷേധം, എനിക്ക് ഇത്രയും പേരുടെ കാര്യം അറിയണം. ഞാൻ അതുവരെ പ്രതിഷേധത്തിൽ പോകും. ഞാനല്ല, എൻ്റെ കുടുംബം മൊത്തം. എനിക്ക് ഇവരെ കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു അറിവ് വേണം. ശ്രീമതി ഷീബ, ഇപ്പോൾ ഇന്നുണ്ടായിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇന്നിപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. FIRന്റെ ഈ പരിഭാഷപ്പെടുത്തിയിട്ടുള്ള പകർപ്പ്, അതുപോലെ തന്നെ പ്രോഫോമ റിപ്പോർട്ട്, ഇത് രണ്ടും CBI ഡയറക്ടർക്ക് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ബന്ധപ്പെട്ട മന്ത്രാലയത്തിന് ഇമെയിൽ വഴി അയച്ചിരിക്കുന്നു എന്നറിയുന്നു. അതുപോലെ തന്നെ ഈ നടപടികളിൽ വീഴ്ച വരുത്തിയ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇതൊക്കെ ഇന്ന് പകൽ കണ്ട നടപടികളാണ്. ഇതൊക്കെ വെറുതെ അങ്ങ് സംഭവിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി അടക്കം ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവില്ല ഉദ്യോഗസ്ഥലത്തിലുണ്ടായിട്ടുണ്ടാകാവുന്ന വീഴ്ചകൾ. അതറിയുമ്പോൾ ഉടനെ തന്നെ കൃത്യമായ നടപടി എടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതോ ഇതെല്ലാം മുഖ്യമന്ത്രി എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഒത്തുകളിയാണ് എന്ന സംശയം ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ടോ? ഇത് ഇത്രയും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഇത് ചെയ്യാമെങ്കിൽ ഇത്രയും ദിവസം ഇവരൊക്കെ എവിടെയായിരുന്നു? ഒരു ദിവസമോ 1 മണിക്കൂറോ കൊണ്ട് 3 പേരെ സസ്പെൻഷൻ ചെയ്യിപ്പിച്ചു. ഇതിനു മുൻപുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയുന്നു. ഒരു ദിവസം കൊണ്ട് ഇതെല്ലാം കണ്ടുപിടിക്കാമെങ്കിൽ ഇത്രയും ദിവസം ഇവരൊക്കെ എവിടെയായിരുന്നു? മുഖ്യമന്ത്രി ഉൾപ്പെടെ തന്നെയാണ്. ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ഒന്നും അറിയാനോ ആരെയും പേടിക്കാനോ ഒന്നുമില്ല. ഞങ്ങളുടെ കുഞ്ഞ് പോയതിൽ പിന്നെ അതിൽ അപ്പുറമായിട്ട് ഞങ്ങൾക്കൊന്നുമില്ല. 9-ാം തീയതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ദിവസം ഒരു അന്വേഷണവും വന്നിട്ടില്ല. ഈ ഒറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം നടന്നിട്ടുണ്ടെങ്കിൽ ഇന്നെന്ത് സംഭവിച്ചു? എന്തുകൊണ്ട് ഇതുവരെ എത്തിച്ചു ഒരു ദിവസം കൊണ്ട് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ളവർ അറിഞ്ഞുകൊണ്ടുള്ള ഒത്തുകളി എന്ന് തന്നെ നിങ്ങൾ സംശയിക്കുന്നു? സംശയിക്കുന്നത് എന്റെ സംശയം അത് തന്നെയാണ്. ശരി, അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ നടപടിയെ നിങ്ങൾ വിശ്വസിക്കുന്നു, അതുകൊണ്ട് തൽക്കാലം പ്രതിഷേധത്തിന് ഇല്ല എന്നാണോ കരുതേണ്ടത്? ഇപ്പോൾ മുഖ്യമന്ത്രി എടുത്തിരിക്കുന്ന തീരുമാനത്തോട് ഞങ്ങൾ വളരെയധികം സന്തോഷമാണ്. അദ്ദേഹത്തിന് ഇത്രയും ചെയ്യാൻ പറ്റിയതിൽ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഞങ്ങളുണ്ട്. ഇത് നല്ല രീതിയിൽ തന്നെ പോകുന്നുവെന്നും ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി പ്രതിഷേധത്തിന്റെ കാര്യം ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഇനിയും ഉള്ള ദിവസങ്ങളിൽ മറ്റുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് അടുത്ത നടപടികൾ എടുക്കാൻ വേണ്ടി. നേരത്തെ ആലോചിച്ചല്ലോ ജയപ്രകാശുമായിട്ടൊക്കെ പ്രതിഷേധിക്കാം കുടുംബത്തോടെ എന്ന്. അത് അങ്ങനെ ഒരു ആലോചന പോയത് എപ്പോഴാണ്? ഏത് രൂപത്തിൽ പ്രതിഷേധിക്കാമെന്നാണ് ആലോചിച്ചത്? ഞങ്ങളുടെ മോൻ ഏത് രീതിയിലാണോ അവിടെ
വഞ്ചിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിൽ ക്രൂരമായി അവൻ എന്തെല്ലാം ക്രൂരത അനുഭവിച്ചിട്ടുണ്ടോ ആ രീതിയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്ലബ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ പ്രതിഷേധിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരുന്നത്. അതിപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ വെളിപ്പെടുത്തേണ്ട കാര്യമില്ല, അതിപ്പോൾ ഏത് രീതിയിലും ആകാം. എന്തായാലും ഇപ്പോൾ ആലോചനയില്ല. പക്ഷെ വീണ്ടും നിങ്ങൾ ഏത് ഘട്ടത്തിലാണ്? എനിക്ക് തോന്നുന്നില്ല ലോകത്ത് ഒരു കുട്ടികളും. ശരി, MR ഷീബ, ഏത് ഘട്ടത്തിലായിരിക്കും ഇനി നിങ്ങൾ വീണ്ടും ഇത്തരമൊരു കാര്യത്തിന് നിർബന്ധിതമാവുക? ഇപ്പോൾ CBIയുടെ അതിൻ്റെ ഒരു വളർച്ച അല്ലെങ്കിൽ അതിൻ്റെ പ്രോഗ്രസ് എങ്ങനെയാണെന്നുള്ളത് നോക്കണം. ഞങ്ങൾ വിശ്വാസമാണ് CBIക്ക് മുന്നിലെത്തി എങ്കിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ് അവരിൽ. ഞാൻ പറഞ്ഞ ഈ വ്യക്തികളുണ്ട്, കുറച്ച് വ്യക്തികൾ, അവർ ഉൾപ്പെടുന്ന ഒരു ശിക്ഷ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ശിക്ഷ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ പ്രതിഷേധത്തിന് ഒന്നും പോയില്ല. പക്ഷെ ഈ ഉൾപ്പെടുത്തേണ്ടവരെ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് അംഗങ്ങളുണ്ട്, അതിൽ കൂടുതൽ പേരും കൂടെ ഉണ്ട്. അവരും ഇതിൽ വന്നില്ല എങ്കിൽ വീണ്ടും പ്രതിഷേധത്തിന് ഞങ്ങൾ പോകും. ഈ CBI അന്വേഷണം എന്തായാലും കുറച്ച് ദിവസം അതിൻ്റെ നടപടിക്രമങ്ങൾ വൈകിയെന്നത് സത്യമാണ്. ഇതിനിടയിൽ തെളിവുകളടക്കം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ജയപ്രകാശ് ഇന്നലെയും ഇന്നുമൊക്കെയായി മാധ്യമങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു? നിങ്ങളുടെ ഒരു സംശയമാണോ, അതോ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അറിവ് കിട്ടിയിട്ടുണ്ടോ MR ഷീബ? തെളിവുകൾ നശിക്കാൻ കാരണം അതിപ്പോൾ നമുക്ക് ആർക്കാണെങ്കിലും മനസ്സിലാക്കുന്ന ഒരു കാര്യമല്ലേ. കോളേജ് തുറക്കുന്നു, ഹോസ്റ്റല് സാധാരണ രീതിയിൽ പ്രവർത്തിക്കുന്നു, ഇത്രയും കുട്ടികൾ 500 കുട്ടികൾ സാധാരണ രീതിയിൽ അവിടെ ഉപയോഗിക്കുന്നു, ഹോസ്റ്റൽ റൂമായിരുന്നാലും ആ പരിസരങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ബാക്കി ഇതിൻ്റെ ഇടയ്ക്ക് എത്രയോ ദിവസങ്ങളുണ്ട് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നാലും എന്ത് കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് അവരുണ്ടാക്കിയത് തന്നെയാണ് ഈ തെളിവുകൾ നശിപ്പിക്കുന്നതിന് മനസ്സിലാക്കുന്നത്. അതിപ്പോൾ ഒരു സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. ഷീബ പറയുന്ന പോലെയാണ് എങ്കിൽ CBI ഈ വിഷയം ഉടനെ അന്വേഷിക്കുക. കൂടാതെ ഈ പറയുന്ന അക്ഷയ്, അതുപോലെ തന്നെ ആ പെൺകുട്ടി, അതുപോലെ നിങ്ങൾക്ക് സമാധാനമായല്ലോ എന്ന് വീട്ടിൽ വന്ന് ചോദിച്ച പെൺകുട്ടികൾ, ഇവരെല്ലാവരും പ്രതിപട്ടികയിൽ ഉണ്ടാകണം എന്ന് തന്നെയാണോ? ഉണ്ടാകണം എന്ന് പറഞ്ഞല്ല, അവരെന്തുദ്ദേശിച്ചാ ഇതൊക്കെ എന്ന് വെച്ചാൽ 16-ാം തീയതി മുതൽ 18-ാം തീയതി വരെ ഞാൻ അക്ഷയെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഫോണിലൂടെ. അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യവും ഞാൻ മോനെ വിളിച്ചിട്ടാ ചായ കുടിക്കുന്നത്, അടുത്ത് അവധി ദിവസങ്ങളിൽ അങ്ങനെ കാപ്പി കുടിക്കുന്നത്, അടുത്ത് ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുന്നത്. ഇതെല്ലാം അവൻ കഴിക്കാൻ പോകുന്നു എന്നുള്ള രീതി കണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് അവധി ദിവസങ്ങളിൽ. അപ്പോൾ അക്ഷയെ വിളിക്കുമ്പോൾ അക്ഷയ് ഓക്കെയാണ്, സിദ്ധ കിടക്കുന്നു, ഞാൻ കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ വിളിക്കാൻ പറയാം എന്നൊക്കെ പറയുമ്പോൾ അവൻ ശരിക്കും ഇപ്പോഴാണ് അറിയുന്നത് അന്നും 16-ാം തീയതി മുതൽ 18-ാം തീയതി വരെ ഈ വിളികളിലെല്ലാം അവൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു എന്ന്. അവനെനിക്ക് തുറന്ന് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ. അപ്പോൾ അമ്മ കഴിച്ചു അമ്മ കിടക്കുന്നു എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ കിടക്കുന്നത് അല്ലെങ്കിൽ കഴിക്കുന്നത് ആ ഒരു അവസ്ഥ. അപ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ കബളിപ്പിച്ചത് അക്ഷയാണ്. അപ്പൊ എനിക്ക് അക്ഷയെ ശിക്ഷിക്കണം. അക്ഷയാണ് ഞങ്ങളെ കബളിപ്പിച്ച് അവനെ ഈ രീതിയിലാക്കിയതെന്ന എൻ്റെ ഒരു ഒറ്റ വിശ്വാസം. പിന്നെ പ്രതിയായിട്ടുള്ള ആ കുട്ടി, അവൾക്ക് എന്തോ പരാതി കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ കുട്ടിയുടെ പരാതി എന്താണ് ഞങ്ങൾക്കറിയണ്ടേ? അച്ഛനും അമ്മയും എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കറിയണം, അതറിയണം. പിന്നെ ഇവിടെ വന്ന കുട്ടികൾ എന്തുദ്ദേശിച്ചാണ്, അവരാരടുത്താണ്, അവർക്ക് എന്ത് സമാധാനമായി, അത്രയും സമാധാനക്കേട് അവൻ എന്തവിടെ ചെയ്തിട്ടുണ്ട്, അതെനിക്കതറിയണം. അത് ഞാൻ അറിഞ്ഞിരിക്കും. CBIയിൽ നിന്ന് ഇതൊരു അറിവ് എനിക്ക് കിട്ടിയില്ല എങ്കിൽ ഞാൻ പോകും, ഞാൻ പ്രതിഷേധിക്കും. എൻ്റെ കൂടെ എൻ്റെ കുടുംബം ഉണ്ടായിരിക്കും. എനിക്കിത് ഞാൻ കണ്ടുകൊണ്ട് നിന്നവരാ, ഞാൻ കേട്ടുകൊണ്ട് നിന്നവരാ. ഇവരൊക്കെ ക്രൂരമർദ്ദനം, അതൊക്കെ അവർക്കൊക്കെ ശിക്ഷ കിട്ടും. ഇവരൊന്നും പുറത്തു വന്നിട്ടില്ല. എനിക്ക് ഇവരെയൊക്കെ കാണണം. ആ അക്ഷയ് ഞാൻ കൈപിടിച്ചു കൊടുത്തതാ. ആദ്യത്തെ ദിവസം മോനെ കൈപിടിച്ചു കൊടുത്തവനാ. അവന്റെ വാക്കുകൾ ഞങ്ങൾക്ക് ദൈവ രീതിയിലുള്ള വിശ്വാസമാണ്. അപ്പോൾ ഓരോ നിമിഷവും അവൻ കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അക്ഷയ് എൻ്റെ അടുത്ത് പറയാണ്, കുഴപ്പമില്ല ആൻറ്റി, അവൻ കിടക്കുന്നു. അപ്പൊ ഞങ്ങളത് കേട്ടിട്ട്
ഞാൻ ഇളയ ആളുടെ അടുത്ത് പറയും, മോനെ സിദ്ധു കിടക്കാൻ പോകുന്നു, അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് കിടക്കാം. അതൊക്കെ ഓർക്കും പോകാനപ്പം വെള്ളം പോലും കുടിക്കുന്നില്ല എന്ന് അറിഞ്ഞപ്പോൾ ഇപ്പോഴാണ് ഞാൻ അതെല്ലാം ക്ലിയർ ആയിട്ട് അറിയുന്നത്. പക്ഷേ എന്തിനാ ഇവരൊക്കെ പഠിക്കുന്നത്? മനുഷ്യരുടെ ഒരു ഭാവം പോലും അറിയാത്ത ഒരു കുട്ടികളെ എങ്ങനെ മൃഗങ്ങളെ സംരക്ഷിക്കും? മോൻ എൻ്റെ അടുത്ത് ഇടയ്ക്ക് വിളിക്കുമ്പം പറയും, വെറുതെ ഫോൺ വിളിച്ചിട്ട് അവിടെ ഇരിയടാ, ഇരിക്ക്, ഇത് കഴിക്ക് എന്നൊക്കെ പറയും. അപ്പം ഞാൻ ചോദിക്കും, നീ ഇതാരടുത്ത് സംസാരിക്കുന്നത്? അതമ്മ, ഞങ്ങൾക്കിവിടെ 2-3 പട്ടികളുണ്ട്, കുഞ്ഞു പട്ടി, റോഡിൽ നിന്നൊക്കെ കൊണ്ടുവന്നതാ. അപ്പം ഞാൻ ചോദിക്കും, മോനെ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടുള്ളതാണ്? ഓ അത് നല്ലതാണ്, കുഴപ്പമില്ല, എല്ലാവരും ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഞങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്നതാണ്. എന്നെ കാണുമ്പോൾ അത് ഓടി ചാടി കയറുമ്മ എന്ന് പറഞ്ഞു. ആ പട്ടികൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇത് പുറത്തു വരുമായിരുന്നു. പട്ടികളുടെ സംസാരശേഷി ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഇപ്പോൾ ആലോചിച്ച് പോവുകയാണ്. ഇവരൊക്കെ എന്തിന് പഠിക്കുന്നു? അങ്ങനെ ഒരു കോളേജ് എന്തിന്? അധികൃതര്, കുട്ടികള്, ഇവരെല്ലാം കൂടെ ചേർന്നൊരു ഗ്യാങ് ആയിട്ടുള്ള ഒരു കോളേജ് എന്തിനാണ്? സമൂഹത്തിൽ ഇങ്ങനെയുള്ള കുട്ടികളെയാണോ വാർത്തെടുക്കേണ്ടത്? സംസാരശേഷിയില്ലാത്ത മൃഗങ്ങളെ നോക്കണമെങ്കിൽ എത്ര മനസ്സലിവുള്ളവരായിരിക്കണം. മോൻ പറയും, അമ്മ പശുക്കളുടെ ഡെലിവറി സമയത്ത് അത് കിടന്നു പോയാൽ നമ്മളും കൂടെ അതിൽ കിടന്നിട്ടാണ് ഡെലിവറി ചെയ്യേണ്ടത്. അത്രയ്ക്ക് നമുക്ക് മനസ്സ് വേണോ അമ്മ എന്ന്. അത്രയ്ക്ക് ആത്മാർത്ഥതയായിരുന്നു അവൻ പെട്ടെന്ന് വെറുതെ ഒരു അഡ്മിഷൻ കിട്ടി ഓടിച്ചാടി, എനിക്കിത് കിട്ടി, MBBS കിട്ടിയില്ല, ഇത് കിട്ടിയെന്ന് കൊണ്ട് ഓടിച്ചാടി പോയതല്ല. എനിക്കിത് പഠിക്കണം, എനിക്കിത് തന്നെ വേണം. എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞതാ, അമ്മ എനിക്കിത് തന്നെ വേണം എന്ന്. അവൻ പഠിച്ച് തീർന്നിട്ടില്ല, ഞങ്ങൾ അതാ ഉദ്ദേശിക്കുന്നത്. അവൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പഠിക്കുന്ന ആർക്കും, അല്ലെങ്കിൽ അവനെ ചെയ്തിട്ടുള്ള ക്രൂര കൃത്യങ്ങൾ ചെയ്തിട്ടുള്ളവരും അത് കണ്ടിട്ടുള്ളവരും അതിന് കൂട്ടുനിന്നിട്ടുള്ളവരും അവിടെ പഠിക്കാൻ പറ്റില്ല, ഉറപ്പാണ്. ഇത് ഒരമ്മയുടെ കണ്ണിൽ നിന്നുള്ള ശാപമാണ്. പഠിക്കാൻ പറ്റില്ല, ആഹാരം കഴിക്കാൻ പറ്റില്ല, കണ്ണടച്ച് ഉറങ്ങാൻ പറ്റില്ല. ഇത് കേട്ടുകൊണ്ട് നിന്ന ഓരോ കുട്ടികൾക്കും എൻ്റെ ഒരു ശാപം തന്നെയാണ്. വരും തലമുറ വരെയുള്ള ഒരമ്മയുടെ. ഞങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് കണ്ണിൽ നിന്ന് കണ്ണുനീര് വരില്ല, രക്തമാ വരുന്ന രക്തം. അവനെ സ്നേഹിക്കാൻ മാത്രമേ അറിയാന്നുള്ളായിരുന്നു. ഒരു കുട്ടി പോലും അവിടെ എന്തൊക്കെ നടന്നിട്ടുണ്ടോ എനിക്കറിയില്ല, പക്ഷെ അവന്റെ അഭിപ്രായത്തിൽ ഒരു കുട്ടി പോലും ചീത്ത എന്നവൻ പറഞ്ഞെനിക്ക് അറിയില്ല. എല്ലാവരും നല്ലതാ, ആ ചേട്ടൻ നല്ലതാ, ആ ചേച്ചി നല്ലതാ, അവര് നല്ലതാ, എല്ലാവരും നല്ലതാ, ഒരു ദിവസം പോലും പറഞ്ഞിട്ടില്ല അവന്റെ വായിൽ നിന്ന്. 16-ാം തീയതി മുതൽ 18-ാം തീയതി വരെ അവന് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് തോന്നുന്നു അവന് പറയണമെന്നുണ്ടായിരിക്കും, ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തായിരിക്കും ചിലപ്പോൾ അവ അറിയുന്ന ഇതാണ് കോളേജ് എന്ന്. പക്ഷെ സമയം കഴിഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് നീതി ലഭിക്കും വരെ, ഞാൻ പറഞ്ഞ ഈ കുട്ടികൾ ഉൾപ്പെടെ വരെ, ഈ പെൺകുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ശിക്ഷ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി എവിടെ അറ്റം. ഇനിയിപ്പം ഞങ്ങൾക്ക് വേറെ ഒന്നും നോക്കാനില്ല. ഞങ്ങൾ അത്രയും ദേഹത്ത് തൊട്ടിട്ട് പോലും ഇല്ല, ഞാൻ അടി പോലും കൊടുത്തിട്ടില്ല അവന്. അപ്പോൾ ഒരമ്മ സഹിക്കുന്നതിൽ എനിക്കതിൽ വാക്കുകളില്ല. എല്ലാ അമ്മമാരും ഞാൻ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഈ ക്രിമിനൽ മൈൻഡുള്ള ഈ കുട്ടികളുടെ അമ്മമാരുടെ അടുത്ത് എനിക്കൊരു ഉപദേശം, ഒരുത്തരുടെയും ശാപം വാങ്ങി വയ്ക്കരുതേ എന്ന് മക്കളെ പഠിപ്പിക്കണം. ഒരമ്മമാരുടെയും ശാപം വാങ്ങി വയ്ക്കരുതേ. ഒരു വാക്കുകൊണ്ടോ ഒരു നോവ്, ഒരു അടി കൊണ്ടോ ഒരമ്മമാരുടെയും ശാപം ആരും വാങ്ങി വയ്ക്കരുത്. ഗതി പിടിക്കില്ല, സത്യം. CPMന്റെ പ്രതിനിധികൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല, ആളെ വിടുന്നില്ല എന്നാണ് അവരോട് ഈ വിഷയമാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ AK സെൻറ്ററിൽ നിന്ന് വന്ന പ്രതികരണം. പക്ഷേ അങ്ങനെ ഒഴിഞ്ഞു നിന്നാൽ കേൾക്കാത്ത ശബ്ദമല്ല ഇവിടെ ഇപ്പോൾ മുഴങ്ങിയത്. മുഖ്യമന്ത്രി അടക്കം എല്ലാവരും ഇത് കേൾക്കേണ്ടതുണ്ട്. കേരളത്തിൻ്റെ മനസാക്ഷിയാണ് ഷീബയ്ക്കൊപ്പമുള്ളത്, ജയപ്രകാശിനൊപ്പമുള്ളത്, സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തിനൊപ്പമുള്ളത്. അതുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കാതിരുന്നാൽ അങ്ങനെ ഇത് ചർച്ച ചെയ്യപ്പെടാതെ പോകും, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ അങ്ങ് രക്ഷപ്പെടാം എന്ന് ഏതെങ്കിലും കേന്ദ്രത്തിലിരുന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതെല്ലാം വൃഥാവിലാണ്. കേരളം ഈ വാക്ക് കേൾക്കുന്നുണ്ട്,
അതിൻ്റെ സമ്മർദ്ദത്തിൽ നിന്ന് വിമുക്തരാകാൻ AKG സെൻറ്ററിൽ ഇരിക്കുന്നവർക്കോ സെക്രട്ടറിയിൽ ഇരിക്കുന്നവർക്കോ ക്ലിഫ് ഹൗസിൽ ഇരിക്കുന്നവർക്കോ ആർക്കും കഴിയില്ല.